ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പുറകെ കാണുന്നത് കൊട്ടാരത്തിലെ ഗാർഡനാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതൊരു തപാല് പെട്ടി പോലൊരു സാധനമുണ്ട്, എന്തുവാ നോക്കാം. ഗൈസ്, ഇത് ട്രാവൻകൂർ അഞ്ചലിൻ്റെ തപാൽ പെട്ടിയാണ്. ഇന്നത്തെ പോസ്റ്റ് ഓഫീസൊക്കെ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് ട്രാവൻകൂർ അഞ്ചൽ. ഇവിടുത്തെ ഗാർഡൻ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. ഏതെല്ലാം തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളതെന്നറിയാമോ? ഈ കൊട്ടാരം കായംകുളം രാജാവിൻ്റെ അല്ല. കൊട്ടാരത്തിനുള്ളിൽ കടക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണാം. അതിൽ പറഞ്ഞിരിക്കുന്നത് കായംകുളം രാജാവിൻ്റെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ വന്നതാണ് ഈ കൊട്ടാരം. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ബോർഡാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഉടവാളാണ്. നമ്മൾ ആദ്യത്തെ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വസ്തുക്കളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് ഓട്ടുചെല്ല, ഇടുക്കി ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് പ്രഭ, വീണ്ടും പ്രഭ. ഇത് നാഴി, ലക്ഷ്മീനാരായണ വിഗ്രഹമാണിത്. അതിൻ്റെ മുകളിൽ പൂജാമണി. ഈ വേണുഗോപാലൻ്റെ വിഗ്രഹം കൃഷ്ണപുരം കൊട്ടാരത്തിലെയാണ്. മറ്റൊരു പൂജാമണി. ഇത് കർപ്പൂരത്തട്ടം. ഇത് വിഷ്ണുവിൻ്റെ വിഗ്രഹം. ഇത് ശിവൻ്റെ വിഗ്രഹം. ഇത് തൊട്ടടുത്ത മുറിയിലേതാണ്. ഇതൊക്കെ പ്രാചീന തൂക്കക്കട്ടികളാണ്. ഇത് പഴയ പാത്രങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ മറ്റൊരു മുറിയിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് വീരക്കല്ല്, ഇത് കുടക്കല്ല്, ഇത് നന്നങ്ങാടി. ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് പല്ലക്ക്. ഞാൻ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ആദ്യമായി ഒരു പല്ലക്ക് നേരിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം കാണാം. ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ചുവർ ചിത്രങ്ങളിൽ ഏറ്റവും വലുതാണ് ഇത്. ഇതും ചുമർ ചിത്രങ്ങളാണ്. ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ അടുക്കളയാണ് കാണാൻ പോകുന്നത്. പഴയ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? എത്ര അടുപ്പുകല്ലാണെന്ന് നോക്കിയേ. മുകളിൽ 2 വലിയ പാത്രങ്ങളുണ്ട്.
വെള്ളത്തിന് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. കിണർ അടുക്കളയോട് ചേർന്ന് തന്നെയുണ്ട്. നമുക്ക് ഈ കിണർ വെളിയിൽ നിന്ന് ഒന്ന് കാണാം. ഇത് വെള്ളം കോരാനുള്ള പഴയ ടെക്നോളജിയാണ്. ഇത് കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇത് തിരുവേഗപ്പുറ ക്ഷേത്ര മാതൃകയാണ്. 3 ചെമ്പുധ്വജങ്ങൾ ഉള്ള കേരളത്തിലെ ചുരുക്ക ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീ പരമേശ്വരൻ, മഹാവിഷ്ണു, ശങ്കരനാരായണ മൂർത്തി എന്നിവയാണ് പ്രധാന ആരാധനാമൂർത്തികൾ. ഈ കല്ലിൽ ഏതാണ്ടൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊരു ശിലാശാസനമാണ്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഇത് ലഭിച്ചത്. അങ്ങനെ നമ്മളിനി മുകളിലത്തെ നിലയിലോട്ട് കയറാൻ പോവുകയാണ്. സ്റ്റെപ്പ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി ഇവിടെ തലമുട്ടരുത്. അയ്യോ, അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെയും കുറേ മുറികളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. എൻ്റെ പുറകെ കാണുന്നതാണ് കായംകുളം മാള്. അത് കാണിച്ചു തരാം. വാളിൻ്റെ അപ്പുറത്തിരിക്കുന്ന പരിച രാജാ കേശവദാസൻ്റേതാണ്. ഇനി പീരങ്കി ഉണ്ടൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ സംസ്കൃതത്തിലുള്ള ബൈബിൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇത്. ഈ ടീപ്പോയെ പറ്റി ഏതാണ്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഇരിക്കരുത്. അത് ശരി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നാണയ ഗ്യാലറിയിലോട്ടാണ്. പണ്ടുകാലത്തെ നാണയങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം കാണുന്നത് കവടിയാണ്. ഇത് 5 മാർക്കഡ് കോയിൻസ്. ഇത് ചേര നാണയം. ഇത് റോമൻ നാണയം. ഇത് ചോള നാണയം. ഇത് രാശിപ്പലകയാണ്. ഇത് ഓച്ചിറ നിധി. കൊള്ളാലോ. ഇത് തിരക്കാശുകൾ. ഇത് വെള്ളിപ്പണം.
തിരുവിതാംകൂറിൻ്റെ 1/2 രൂപ, ഒരു കാശ്, 4 കാശ്, 8 കാശ്, ഇതാണ് ലക്ഷ്മി വരാഹൻ. ഇത് ഇൻഡോ ഡച്ച് കോയിൻ, ഇത് ഇൻഡോ ഫ്രഞ്ച് കോയിൻ, ഇത് ടിപ്പു സുൽത്താൻ ക്യാഷ്. ഇത് തൂക്ക ഉപകരണങ്ങളാണ്. ഞാൻ ആ മുകളിലത്തെ കാഴ്ചയൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെയും കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കൊട്ടാരത്തിന് വെളിയിലെത്തിയിരിക്കുകയാണ്. ഈ ചെടി ഏതാണാവോ? നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം.